ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൗദാസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ബനാന കൈവീശലാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: കുറച്ച് ഷുഗർ, 2 ഏലക്ക, 2 മുട്ട, ഒരു പഴം. ഇത് റോബസ്റ്റ പഴമാണ്, അല്ലെങ്കിൽ മൈസൂർ പഴമാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് മൈദ, 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഉപ്പ്, പൊരിക്കാൻ ആവശ്യമായ എണ്ണ, കുറച്ച് വെള്ളം. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ബനാന ഇട്ട് കൊടുക്കാം. ഏലക്ക, മൈദ, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കുറച്ച് സാൾട്ട്. ഇത് 2 മുട്ടയാണ്, ഇതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വെള്ളം നമുക്ക് ആവശ്യമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അരച്ചത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നന്നായി അരച്ചെടുക്കണം. ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് ബാഗിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഒരു കവറിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമുക്കിത് എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇതിലേക്ക് ഇറ്റിച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ട് വരും. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടായ എണ്ണയിൽ പൊരിച്ചെടുക്കാം. ഓക്കെ, ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കോരി മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാവും. ഇതുപോലെ നമുക്ക് വീണ്ടും അടുത്തത് തയ്യാറാക്കാം. ഇത് പെട്ടെന്ന് 4 മണി പലഹാരമൊക്കെയായി കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരമാണ്. ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത്യാവശ്യം തിക്ക് ബാറ്റർ ആയിരിക്കണം നമ്മൾ ഒഴിക്കുന്നത്. കുറച്ച് ലൂസായി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ബനാന കൈവീശൽ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഒരു ഈവനിങ് സ്നാക്കിനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഹണിയോ ഷുഗർ സിറപ്പോ എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്ത് കഴിക്കാവുന്നതാണ്. നിർബന്ധമൊന്നുമില്ല. കുറച്ച് കാഷ്യൂ നട്ടും ഇതിൽ കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ.